ഏകദേശം പൊലച്ചയ്ക്ക് 5:30 കേട്ടോ. ഞാനും അമ്മയും കൂടി പറപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റ് ബീച്ചിക്കാണേ. ഏട്ടനും കസിൻസൊക്കെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് മാരത്തൺ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവരെ വീട്ടിലാണ് നിന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയതാട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. 10 കിലോമീറ്റർ ഏട്ടൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ചുറ്റിക്കറങ്ങി നേരെ ചായ കുടിക്കാൻ പോയേ. ഏട്ടനായിട്ട് ഉപ്പുമാവ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കോഴിക്കോട് ബീച്ചിൽ പോയ കല്ലുമ്മക്കായും കാടമുട്ട ഫ്രൈ ഒന്നും ഇല്ലാതെ എന്ത് ചായ അല്ലേ. അങ്ങനെ കല്ലുമ്മക്കായും കാടമുട്ട ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചു. കല്ലുമ്മക്കായ്ക്കൊന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണിത്. പിന്നെ കോളിഫ്ലവർ ബജ്ജിയും കുറച്ച് ബജ്ജികളൊക്കെ വാങ്ങി കഴിച്ചു. ഈ കല്ലുമ്മക്കായ ഇവർ പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ കല്ലുമ്മക്കായ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നേരെ പോയത് ഇവർക്ക് പരിചയമുള്ള കടുക്ക വിൽക്കുന്ന ഒരാളെടുത്തേക്കാണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കല്ലുമ്മക്കായ കൊണ്ടുപോകണം. എപ്പോഴേലും കിട്ടുന്ന സാധനമാണല്ലേ. ഇതാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അവരിതുപോലെ തൊലിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തരും.